കാലായി ഞങ്ങളിങ്ങനെ വന്നിട്ട് അല്ലേ? ഈ വഴി മറന്നതല്ല, തുടങ്ങി അല്ലെങ്കിൽ അപ്പൊ തുടങ്ങി. പിന്നെ എന്തൊക്കെ എല്ലാരും വിശേഷം? നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സായി. അതൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല, അതിനൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. അതിനൊന്നും പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. ഹോസ്പിറ്റൽ കേസും എന്നും മൊത്തത്തെ പറയുള്ളൂ വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അല്ല, ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ അന്ന് 2K ആയ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറയാതിരുന്നത്. അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാറ്റസ് എങ്കിലും ഇടാറുണ്ട്. പ്രാവശ്യം അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എന്താ മിണ്ടാണ്ടിരിക്കുന്നു? 2 ക്യാരക്ടറായിട്ട് വന്നിരുന്നു, അതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആയിട്ട് 2 ക്യാരക്ടറായിട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതുപോലത്തെ വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ കോട്ടിക്കുറുമ്പനെ അവിടെ നിന്നിട്ട് റിമോട്ട് കവറിനുള്ളിൽ നിന്ന് വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഇനി മൂത്രം വെച്ചിട്ട് അതിലിട്ടൊരു പെൻസിലുണ്ടാവും, അത് പേടിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ കുറേ ആയി, ഇപ്പോൾ ഒരു വലിയൊരു വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ വന്നിട്ട് കുറേ ആയി. ഇതുവരെ നമ്മൾ ഷോർട്സുകളാണ് ഇപ്പോൾ അധികവും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് വ്യൂസ് കൂടുതലായിട്ടുണ്ട്. എന്നാലും ആ ഒരു വേണ്ട എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പം എന്താ പുതിയ വിശേഷങ്ങൾ? മഴയാണ്, സ്കൂള് തുറക്കാനായി അല്ലേ? എല്ലാവരും സാധനങ്ങളൊക്കെ കുട്ടികൾക്കുള്ള ബാഗ് കൊട ഒക്കെ വാങ്ങിച്ചോ? എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ട്. ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ആയിട്ടില്ല. ഞങ്ങള് മിക്കവാറും ഇവര് ആദ്യത്തെ ഒരാഴ്ച ചിലപ്പോൾ ന്യൂസ് പ്രിന്റ് വാങ്ങി കൊണ്ടുപോണ്ടി വരുന്നു തോന്നുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ. കാരണം എന്താ അറിയോ, എന്താ പറയാ, കുറച്ച് ദയനീയമാണ് അവസ്ഥ. നമ്മള് ഫോണ് നമ്മൾ 3-4 ദിവസത്തിന്റെ അടുത്ത് 4-5 ദിവസത്തോളം നമ്മൾ വീഡിയോസ് തന്നെ ഇട്ടില്ല. കാരണം ഫോണ് റീചാർജ് ചെയ്യാനുള്ളൊരു സാഹചര്യം പോലും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് എത്തി. ആരോടും പറഞ്ഞിട്ടില്ല, പറയേണ്ട ഒരു എന്താ പറയാ, ഒരുപാട് ആളുകൾ നമ്മളെ പിന്നെ ഇപ്പൊ മക്കൾക്ക് സ്കൂളിൽ നിന്ന് സാധനങ്ങൾ പഠിക്കാനാണെങ്കിലും സ്കൂളിലേക്കുള്ള സാധനങ്ങൾ പഠിക്കാനാണെങ്കിലും പിന്നെ സഹായിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരുടെയും ഒരു അഡ്രസ്സും ഇല്ല. എന്നെ പട്ടിണിയാണോ ചോദിച്ചാൽ പട്ടിണിയല്ല, എന്ന പട്ടിണിയുടെ പക്കത്താണ് നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ പിന്നെ സഹായിച്ചതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക 2024 ഇതിപ്പോ മാസം മെയ് പിന്നെ 26 ഈ ഒരു ഡേറ്റ് വരെ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ഒരുപാട് ഇപ്പം എൻ്റെ കൂടെ +2 ഉണ്ടായിരുന്നവരാണെങ്കിലും പിന്നെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നവരാണെങ്കിലും അങ്ങനെയുള്ള ആ ഒരു ബാച്ചിൻ്റെ അവരുടെ അതുപോലെ കൂടെ പിന്നെ അതായത് ഇപ്പോൾ ഞാൻ നാടകം പഠിപ്പിച്ച പിള്ളേർ വരെ അല്ലെങ്കിൽ പിന്നെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ വരെ സഹായിച്ച് അവരുടെ ആ ഒരു സഹായം കൊണ്ടാണ് ഇതുവരെ ഇന്നിപ്പോൾ ഈ ഇരിക്കുന്നത് വരെ ഇന്നലെ വരെ എനിക്ക് ആ സഹായം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം പെട്ടെന്ന് നിർത്തി വെക്കേണ്ടി വരും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ എന്താ പറയുക, ഒരു സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ കഴിയാത്തൊരു എമൗണ്ട് ഒരു കടം വന്ന് കയറി. അപ്പോൾ നമ്മൾ അത് വീട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഡെയിലി എന്താ പറയുക പിന്നെ പണിക്ക് പോയിട്ട് പിന്നെ കിട്ടുന്ന പൈസയുടെ പിന്നെ എന്താ പറയുക ഒരു 90% 95% എന്ന് പറഞ്ഞ പോലെ അതിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും മക്കളെ പട്ടിണിക്ക് ഇടേണ്ട സാഹചര്യം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, സംസ്ഥാന സർക്കാരിൻ്റെ ഈ പിന്നെ എന്താ പറയാന്ന് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. അതല്ല, അതെന്താ അറിയോ, എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല, അത് പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ വായിൽ അറിയാതെ വരുന്ന സംഭവമാണ് എന്തെന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ അംഗൻവാടിയിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന ഈ പൊടി ഉണ്ടല്ലോ, അമൃതം പൊടി, അത് നമ്മുടെ കേരള സർക്കാരിന് മാത്രമേ ഉള്ളൂ എന്നറിയില്ല. ആ ഒരു സാധനം കൊണ്ട് ഒരു ദിവസം ഞങ്ങൾ ജീവിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരെ ഞങ്ങൾ എത്തി. എന്താ പറയുക, തുണികൾ ഒക്കെ പഴകി കീറാൻ തുടങ്ങി. അങ്ങനെ ഒരു ഏറ്റവും താഴെ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ എന്ന് കരുതി ഞങ്ങൾ എങ്ങനെയെങ്കിലും പട്ടിണി കിടന്നിട്ട് അതിനുള്ള ഫോൺ റീചാർജ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നതും ഒക്കെ. അതുകൊണ്ട് നമ്മൾ ആദ്യം രാവിലെ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ ഇപ്പോൾ വൈകുന്നേരത്തേക്കായിട്ട് വൈകുന്നേരം 7 മണിക്കാണെങ്കിലും 8 മണിക്കാണെങ്കിലും പിന്നെ വീഡിയോ ഞങ്ങൾ പരമാവധി 8:30 വരെ ചിലപ്പോൾ വൈകാറുണ്ട്, വീഡിയോ ഇടാറുണ്ട്, പരമാവധി ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും
എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അതുപോലെ ഒരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ അതുപോലെ ഇതുവരെ ആളുകൾ കമൻറ്റുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ നമുക്ക് കമൻറ്റുകൾ ഇടുമ്പോൾ കുറേ ആളുകൾ അറിയുന്നവർക്ക് നമുക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു കമൻറ്റ്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണണം. ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും അല്ലാത്ത കുറേ പറയുന്നത് നമ്മൾ എന്താ പറയുക, 1 മണിക്കൂറോളം പറഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മുടെ മുന്നിൽ വരും. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാനെന്താ വെച്ചാൽ പറയാതിരിക്കുകയായിരുന്നു, പറയുന്നില്ലേ എന്ന് കുത്തിനെ കൊണ്ട് പറയിപ്പിച്ചാണ്. നമുക്കൊരു കോച്ചിങ് സെന്റർ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ അതെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ക്യാഷ് അവിടെ കൊണ്ടൊക്കെ വാങ്ങി വെച്ചിരുന്നു. അത് കിട്ടി ഏകദേശം 10-11 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ആ ക്യാഷ് നമ്മുടെ കയ്യിലിരുന്ന് ഏകദേശം 3 കൊല്ലത്തോളം കഴിഞ്ഞില്ല നമ്മളൊന്ന് ഇതാവാൻ. ആ സമയമായപ്പോഴേക്ക് ആ ക്യാഷ് ഏതൊക്കെ വഴിക്ക് പോയി എന്നറിയില്ല, ചിലവായി പോയി. അപ്പോൾ പിന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് വേറൊരു ആൾക്കാരുടെ നിന്ന് കുറേശ്ശെ അവിടെ നിന്ന് ഇവിടുന്ന് വാങ്ങി അത് കുറേശ്ശായിട്ട് തീർത്തു. പക്ഷേ രണ്ടും തീർന്നില്ല. രണ്ടാമത്തെ കടം കൂടി വേറെ വന്നു. അങ്ങനെ എല്ലാം കൂടെ കയറി വരിക ചെയ്തു. അങ്ങനെ എന്താ പറയുക, ഈ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്യാത്ത തൊഴിലുകളില്ല, പറ്റുന്ന പണികൾക്കൊക്കെ പോയി. പെയിൻറ്റിങ്ങിനൊക്കെ നമ്മൾ പിന്നെ പഠിക്കുന്ന കാലത്ത് 98 മുതൽ പോയിക്കൊണ്ടിരുന്നതാണ്. അന്ന് മുതൽ പോയിക്കൊണ്ടിരുന്നതാണ് പെയിൻറ്റിങ്ങിനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നിർത്തി വെച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പോയിരുന്നു, പിന്നെ നമ്മൾ നിർത്തി വെച്ചിരുന്നു. നിർത്തി വയ്ക്കുക പറഞ്ഞാൽ ഒരാൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു എഫിൻ്റെ മുകളിൽ നിന്ന് വീണ് അത് കണ്ടോട് ഒരു ഷോക്കായി. അതിനുശേഷം പിന്നെ പെയിൻറ്റിങ് എടുക്കലൊക്കെ നിർത്തി. നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കൂടെ ആയപ്പോൾ നമ്മൾ നിർത്തി പെയിൻറ്റിങ്. അങ്ങനെ നിർത്തി വെച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു ഇത് വന്നപ്പോൾ പെയിൻറ്റിങ്ങിന് ഇറങ്ങി. വർഷങ്ങൾക്ക് ശേഷം 3-4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പെയിൻറ്റിങ്ങിന് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങിയത് എന്താ വെച്ചാൽ വേറെ ഒരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ പെയിൻറ്റിങ്ങിന് ഇറങ്ങിയത്. പിന്നെ എന്താ പറയുക, പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ വാടകയ്ക്കാണുള്ള താമസിക്കുന്നത്. അപ്പോൾ എത്രയോ ലക്ഷങ്ങൾ നമ്മൾ വാടക കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അധ്വാനത്തിൻ്റെ അത്രയും ഭാഗങ്ങൾ വാടകയായിട്ട് പോയി. പക്ഷേ ഞാൻ അതിലൊന്നൊരു പിന്നെ ഒന്നും വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഇന്നേ വരെ ഒരാളെടുത്ത് ഒരു പലിശയ്ക്ക് പൈസ വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ പ്രാഗി പറഞ്ഞ പലിശ കൊടുക്കുന്ന ഒരു സാഹചര്യമില്ല. നമ്മൾ പൈസ ഉള്ള സമയത്തും പൈസ ഇല്ലാത്ത സമയത്തും ആളുകൾ നമ്മളെ കാണുന്നതും വിലയിരുത്തുന്നതും അതാണ് ഏറ്റവും വലിയ സങ്കടം. അതെ, കാരണം നമ്മൾ കാണുമ്പോൾ പിന്നെ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ഞാൻ ബാബു സാറായിരുന്നു. അന്ന് ഞാൻ എല്ലാവർക്കും ബാബു ഏട്ടനായിരുന്നു, ബാബു സാറായിരുന്നു. അവർ പല ആളുകളും എന്നെ കാണുമ്പോഴേക്കും ചാടിയാനായിട്ട് ഒരു ബഹുമാനം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് അന്ന്. ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ കാണാത്ത പോലെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമമാണ്. കാരണം നമ്മൾ ആരോടും അങ്ങോട്ട് ആരെയും ഇന്നേ വരെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ അന്ന് 10-20 സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു മേധാവിയായിരുന്നു ഞാൻ, നടത്തിപ്പുകാരനായിരുന്നു, അതിൻ്റെ ഓണറായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പിന്നെ തകർന്നടിയുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ പൊളിക്കുക എന്ന് പറയുമ്പോൾ അത് ഇത്രത്തോളം താഴേക്ക് വരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സിനിമകളിലും സീരിയലുകളിലും കാണുന്നല്ലാതെ ലൈഫിൽ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനത്തെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇത്രത്തോളം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പിന്നെന്താ പറയുക, പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തപ്പോഴുള്ള ആളുകളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്താ അറിയോ, ജീവിതം ഇപ്പോൾ പഠിച്ചു എന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജീവിതം, ആളുകളോട് എങ്ങനെ നിൽക്കണം. 10,000 രൂപ പോക്കറ്റിലുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല എന്ന് പറയാൻ അറിയണം. അതെനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. എന്തായാലും പിന്നെ ഈ ഒരു ചാനല് ഈ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലും മുന്നേ ഞങ്ങൾ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തേണ്ട ആളുകളായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇപ്പോഴും പിന്നെ എന്താ പറയുക, ഓരോരോ തടസ്സങ്ങൾ മുന്നിൽ വന്ന് ചാടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഉള്ള സംഭവം ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനതിനൊക്കെ ഉള്ള സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷോർട്സുകളിലേക്കും മറ്റും ഞങ്ങൾ ഒതുങ്ങി പോകുന്നത്. എന്തായാലും വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങും, വലിയ താമസമില്ലാതെ. പിന്നെ ഭയങ്കര ബഹളത്തിലായിരുന്നു ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും കാലേ ഒരുപാട് വാഹനങ്ങളുടെ നടുക്കിലായിരുന്നു ഞങ്ങൾ. വീട് താമസിക്കുന്നതിൻ്റെ 2 സൈഡ് റോഡായിരുന്നു. അന്ന് ബഹളം കൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ കുറച്ച് ഉള്ളേരിയയിലാണ്, ഒക്കെ ശരിയാണ്.
പക്ഷെ ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പട്ടിയുടെ കുറെ കേൾക്കുന്നില്ലേ? അത് ഉണ്ടാവും. അത് എല്ലായിടത്തും ഉണ്ടാവും ഓരോരോ സംഭവങ്ങൾ. അപ്പോൾ ഇനി അത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഇനിയും കാണുക. നിങ്ങളുടെ പ്രോത്സാഹനം നമ്മളെന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ കുറച്ച് വിഷമങ്ങൾ ഇത് ഷെയർ ചെയ്തു എന്നല്ലോ കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നത് ആരും ചിന്തിക്കരുത്. നമ്മുടെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എല്ലാവരും തുറന്നു പറയാൻ മടിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനൊരു ഓപ്പൺ മൈൻഡഡ് മാനാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരമാവധി ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു മറ വയ്ക്കാറില്ല. കാരണം നമ്മൾ സത്യമാണല്ലോ വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും? സബ്സ്ക്രൈബ്. ഫസ്റ്റ് സബ്സ്ക്രൈബ്, സെക്കൻഡ് ലൈക്ക്, തേർഡ് ഷെയർ, ഫോർത്ത് കമന്റ്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുക മാത്രമല്ല, കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തായാലും അത് കമന്റ് ചെയ്യാം. എല്ലാവരിലേക്ക് എത്തിക്കുക വീഡിയോസ്. എന്താ വെച്ചാൽ ചില ആളുകൾ അവരുടെ പാഷനായിട്ട് വീഡിയോ ചെയ്യുന്നവരാണ്. പിന്നെ ടൈം പാസ് എന്നുള്ള പോലെ ചില ആളുകൾ വീഡിയോ ചെയ്യുന്നവരാണ്. അതായത് അവർക്കൊന്നും പിന്നെ വേറെ ഇത് അതിൻ്റെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടാൻ തുടങ്ങിയാൽ അത് അവർക്ക് അതിൻ്റെ ഒരു സൈഡ് അത്രയേ ഉള്ളൂ. ഒരു പോക്കറ്റ് മണിന്ന് മാത്രം തരുന്നവരാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ എന്താ പറയുക, ഈ ചാനൽ സക്സസ് ആയാൽ മാത്രമേ ഞങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ. അതായത് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോന്നും ചെയ്യുന്നതാണ്. ഞങ്ങൾ മരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം പിന്നെ അതൊക്കെ ഇനി അടുത്ത ഒരു വലിയ വീഡിയോയിൽ നമ്മളെല്ലാം വിശദമായിട്ട് പറയുന്നതാണ്. ഞങ്ങളുടെ പിന്നെ മുന്നോട്ട് ജീവിക്കാന്നുള്ളതല്ല. എല്ലാ കുട്ടികളും ഇപ്പോൾ സ്കൂൾ തുറക്കാറായി, അവർ ബേബി വാങ്ങാനോ ഇന്നലെ തക്കുടു കളിക്കാൻ പോയിട്ട് അവിടെ നിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ പാർട്ടി ഒക്കെ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് വാങ്ങാൻ സ്കൂൾ തുറക്കുമ്പോഴേക്കും വാങ്ങാം, ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ കൊറോണ കഴിഞ്ഞ് ഉടനെ സ്കൂൾ തുറന്നില്ലേ, ആ വർഷത്തിൽ ഇവർ ഒരാഴ്ച സ്കൂളിലേ പോയില്ല. കാരണം അവർക്ക് ബാഗ് വാങ്ങാൻ പൈസ ഇല്ല. ഞങ്ങളെ കണ്ടാലും പറയില്ല. അതാണ് ഞങ്ങൾക്ക് പ്രശ്നം. അതാണ് ഞങ്ങൾ ഇത്രയും പട്ടിണിയും പയര പറഞ്ഞ ആരും വിശ്വസിക്കില്ല. കാരണം ഡ്രസ്സ് എത്ര പഴകിയാണെങ്കിലും ഞങ്ങൾ ഭയങ്കര പണക്കാരാണ്. ഇത്രയും വലിയ പണക്കാരിയിലൊക്കെ പിന്നെ കീറിയത് തുന്നിയിട്ടും മൂട്ടിട്ടൊക്കെ പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മുടെ വീഡിയോസ് ഇനിയും തുടർന്നും കാണുക, സഹായിക്കുക. ഷോർട്സ് ആണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് ആണെങ്കിൽ പോലും എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ബൈ. ഉമ്മ